2023 ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന് 2023 തന്നെ ഏറ്റവും വലിയ ഊക്ക് വാങ്ങിപ്പോയ ഒരു സിനിമയാണ് കിങ് ഓഫ് കൊത്ത. പ്രേക്ഷകർ അത്രയും ആവേശത്തോടെ കാത്തിരുന്ന ഒരു മാസ് പടമായിരുന്നു കിങ് ഓഫ് കൊത്ത. ഓൾറെഡി ഡിക്യുവിന് നല്ല ഫാൻ ഫോളോയിങ്ങും സപ്പോർട്ടുമുള്ള ഒരു നടനാണ്. മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്ത ഒരു ക്രേസും മൂപ്പർക്ക് മലയാളം ഇൻഡസ്ട്രിയിലുണ്ട്. അങ്ങനെ ഒരു നടൻ കിങ് ഓഫ് കൊത്ത പോലത്തെ ഒരു മാസ് പടം ചെയ്യുന്നുണ്ടെന്നും അതും മാസ് സിനിമകളുടെ രാജാവായ ജോഷി സാറിന്റെ മകന്റെ കൂടെയാണെന്നും കൂടി അറിഞ്ഞപ്പോൾ ഉള്ള കാര്യം പറഞ്ഞ നല്ല ഹൈപ്പ് കയറി. അങ്ങനെ പോയി ഒരു ദിവസം ഇതങ്ങ് ഇറക്കി വിട്ടു. എന്റെ മോനെ, ദുൽഖറിന്റെ ആറ്റിറ്റ്യൂഡും ആ ഒരു ലോക്കൽ റഫ് ലുക്കൊക്കെ ആയപ്പോ ഹൈപ്പങ്ങ് കുത്തനെ കയറി. ഒരു വിന്റേജ് ഗാങ്സ്റ്റർ സിനിമയാണെന്ന് ആൾക്കാർക്ക് പിടികിട്ടി. പിന്നെ നമ്മൾ മലയാളികൾക്ക് സത്യം പറഞ്ഞ വിന്റേജ് ടച്ചുള്ള എന്തും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ പഴയ വണ്ടികളും പഴയ സിനിമാ പോസ്റ്ററുകളും പഴയ ടിവിയും പഴയ വസ്ത്രങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ആ കാലഘട്ടത്ത് ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ പ്രത്യേക സുഖമാണ്. അങ്ങനെ കാത്തിരുന്ന് ആ ദിവസം വന്നെത്തി. ഒരു മാസ് രോമാഞ്ച പടം കാണാൻ പോയ നമ്മളുടെ മുമ്പിൽ അവർ വെച്ച് നീട്ടിയത് പുതുക്കോട്ടയിലെ പുതുമണവാളന്മാരുടെ കഥാപ്രസംഗം. അതാണ് രാജു. അവനെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നതായിരുന്നു ഒരാൾ ജീവൻ നിലനിർത്താൻ ആദ്യമായി ചെയ്യേണ്ട കാര്യം. സാധാരണക്കാരുടെ പരാതികൾ സൗജന്യമായി തീർപ്പാക്കും. സ്നേഹിച്ചാൽ അവൻ ദൈവമാണ്, വെറുത്താൽ തീർന്നു, നരകം കാട്ടിത്തരും. ഈ സിനിമയിലെ ഡയലോഗ് എഴുതിയ നാടകകൃത്തിനെ ഈ നിമിഷത്തിൽ സ്മരിക്കുന്നു. എന്നെ അണ്ണേ പണ്ണി വെച്ചേക്കുന്നേ, ഒരു മാസ പടമാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാ ബിൽഡപ്പ്. ഗൈസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പരിചയമുള്ള ഒരാൾ റോഡിൽ വെച്ച് നിങ്ങളെ കണ്ടാൽ ആദ്യം എന്തായിരിക്കും ചോദിക്കുന്നത്? സുഖമാണോ, എന്തുണ്ട് വിശേഷം, ഇപ്പൊ എന്താ പരിപാടി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, എന്നാ പിന്നെ പോട്ടെ എന്നൊക്കെയല്ലേ ചോദിക്കുള്ളൂ. ഈ പരിചയക്കാരനെ കണ്ടപ്പോ ഇദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്. എന്തൊക്കെ കാണാനില്ലല്ലോ. എടാ, നിങ്ങളുടെ ടീമിൽ ഫോർവേഡ് കളിച്ചിരുന്ന നമ്മുടെ രാജു ഇല്ലേ, എന്ത് ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു അവൻ. അതായത് രാജു കൊത്ത വിട്ട് പോയിട്ട് 10 വർഷമായി. എന്നിട്ടും ചേട്ടന്റെ മനസ്സ് മുഴുവനും രാജു ചേട്ടൻ മാത്രം. ഇനിയിപ്പോ അതാവില്ല. ലിയോ എന്ന സിനിമയിൽ ലിയോന്റെ റേഞ്ച് മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ സീൻ തന്നെ ധാരാളമായിരുന്നു. പിന്നെയുള്ള പ്രശ്നമാണ് എന്റെ പൊന്നെ, അധോലോകക്കാർക്ക് ഇടാൻ പറ്റിയ പേര് കണ്ണൻ ബായ്. ഒരു വില്ലനല്ലേ, നായകന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കേണ്ട ഒരാളല്ലേ. കണ്ണൻ എന്നൊക്കെ പേരിട്ട് ഒരു ഡോണിനെ അപമാനിക്കാവൂ? ചിലപ്പോ റിയലിസ്റ്റിക് പിടിച്ചതാവും. സത്യം പറഞ്ഞ മാസ സിനിമ കാണാൻ വരുന്ന ആർക്കും റിയലിസ്റ്റിക് കാണണ്ട. സിനിമ വേറൊരു ലോകമാണ്. പിന്നെ ജനിക്കാൻ പോകുന്ന എല്ലാ കുഞ്ഞിനും നാളെ അവൻ ഡോൺ ആവുമെന്നും വിചാരിച്ച് മാതാപിതാക്കൾക്ക് യമണ്ടം പേരൊന്നും ഇടാൻ പറ്റൂല, ഈ ദാവൂദ് ഇബ്രാഹിമിനെയൊക്കെ പോലെ. പക്ഷെ ഈ KGF എന്ന സിനിമയിൽ അത് വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. റോക്കി ബായുടെ യഥാർത്ഥ പേര് രാജകൃഷ്ണപ്പ ബേരിയ എന്നാണ്. അതിനെ ചുരുക്കിയാണ് റോക്കി എന്നാക്കിയത്. നമ്മളുടെ മലയാളത്തിൽ തന്നെ ഉണ്ട്. മുദ്ദുക എന്ന സിനിമയിൽ രാമകൃഷ്ണ ബോണക്കാട് റാംബോയായി മാറി. ആ ഒരു ബേസിക് കോമൺ സെൻസ് എങ്കിലും കാണിക്കണ്ടേ? ഇത്രയും കഷ്ടപ്പെടാൻ വയ്യെങ്കിൽ കണ്ണൻ എന്നുള്ള പേര് മാറ്റി വേറെ നല്ല പേരിട്ടാ പോരെ. കണ്ണൻ ബായ് എന്നൊക്കെ വിളിക്കുമ്പോൾ എന്ത് പഞ്ചാണ് കിട്ടുന്നത്. ഈ റോക്കി ബായുടെ പേര് കണ്ണൻ ബായ് എന്നായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ. സലാം കണ്ണൻ ബായ്, കണ്ണൻ. അയ്യോ ദാരിദ്ര്യം. ഈ സിനിമയിലെ എഡിറ്റർ ഞാനായിരുന്നെങ്കിൽ ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്നും എന്തൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഇതിനു മുമ്പ് എമ്പുരാനെ കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി ദയവ് ചെയ്ത് കാണുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്ദിയുണ്ടേ. ആദ്യം തന്നെ പറയാലോ, ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ടോപ്പ് നോച്ചാണ്. കൊത്ത എന്നൊരു ലോകം അവർ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എടുത്ത പണി ചെറുതൊന്നുമല്ല. നമ്മളെ ആ കാലഘട്ടത്തേക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആകെ പാളിപ്പോയത് സ്ക്രിപ്റ്റിലും സ്ക്രീൻ പ്ലേയിലുമാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് പല സിനിമയിലും വന്നു പോയതാണ്. പക്ഷെ എന്നാലും ഇതിന്റെ സ്ക്രീൻ പ്ലേ ഒക്കെ നന്നാക്കി ഒരു ഇമോഷണൽ കണക്ഷനും ഹൈ മൊമെന്റ്സും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പടം വേറെ ലെവലിൽ പോയെന്നെ. എന്നെ ഈ സിനിമ എഡിറ്റ് ചെയ്യാൻ വിളിച്ചാൽ ഞാൻ ആദ്യം തന്നെ കിണ്ടിക്കളയാൻ പോകുന്നത് ഈ കഥാപാത്രത്തെയാണ്. കാരണം കാണിച്ചു തരാം. ഈ സിനിമയിൽ പുള്ളിക്കാരന്റെ ആവശ്യമേ ഇല്ല. പുള്ളി ഇല്ലെങ്കിലും കഥ അതുവഴിക്ക് അങ്ങ് നടന്നോളൂ.
അപ്പൊ സിനിമയിലേക്ക് വരാം. നല്ലൊരു ടെറർ പോലീസ് ഓഫീസർ കൊത്തയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വരുന്നു, ഷാഹുൽ ഹാസൻ. ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ ക്രിമിനൽസിനെയും അടിച്ചൊതുക്കി ആ സിറ്റിയൊക്കെ ക്ലീൻ ആക്കിയ ഒരു ടെറർ പോലീസ് ഓഫീസറാണ് അദ്ദേഹം. അത്രയും ടെററും വയലന്റുമാണെന്ന് ആദ്യമേ കാണിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു സീൻ ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പോലീസ് ഓഫീസറിന് അയാൾക്ക് കൊത്തയിലേക്കാണ് ട്രാൻസ്ഫർ എന്നറിയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഒന്ന് വിറയ്ക്കും. ഭയത്തോടെ നോക്കി നിൽക്കുന്ന പോലീസ് ഓഫീസേഴ്സിനോട് ഷാഹുൽ ഹാസൻ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ഭയന്ന് നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറിന്റെ ക്ലോസപ്പ് ഷോട്ട് വെക്കുമ്പോൾ അയാൾ ആ രണ്ട് പേരുകൾ പറയും, രാജു ഭായ്, കണ്ണൻ ഭായ്. ഷാഹുൽ ആരവർ? എല്ലാം പോലീസ് ഓഫീസേഴ്സിന്റെ മുഖത്തുള്ള ആ ഭയം കാണുമ്പോൾ ഷാഹുൽ ഹാസന് താൻ നേരിടാൻ പോകുന്നത് വമ്പന്മാരെയാണെന്ന് പിടികിട്ടും. അങ്ങനെ ഷാഹുൽ ഹാസൻ കൊത്തയിലേക്ക് എത്തുന്നു. കൊത്തയുടെ യുവതലമുറ മയക്കുമരുന്നിന് അടിമയാണെന്നും അതിനൊക്കെ കാരണം കണ്ണൻബായും കണ്ണൻബായിയുടെ കെ ടീമുമാണെന്ന് അയാൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ ക്രിമിനൽസിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി രജിസ്ട്രാറിൽ ഒപ്പിടിക്കുന്നു. പക്ഷേ കണ്ണനും കണ്ണന്റെ കെ ടീമും മാത്രം ഇട്ടിട്ടില്ല. പോലീസുകാർ അങ്ങോട്ട് ചെന്നാൽ മാത്രമേ അവർ ഒപ്പിടുള്ളൂന്ന് അവിടുത്തെ എല്ലാ പോലീസുകാർക്കും അറിയാം. ആ കാര്യം ഷാഹുൽ ഹാസനും അറിയുന്നു. ഒരുപാട് ക്രിമിനൽസിനെ വിറപ്പിച്ച ഷാഹുൽ ഹാസന്റെ ഈഗോ തീർച്ചയായിട്ടും ഹേർട്ട് ആവുന്നു. അങ്ങനെ കെ ടീമിനെ കാണാൻ അവിടെ എത്തിയ ഷാഹുൽ ഹാസനെ കണ്ണൻബായ് നിസ്സാരമായി പൂട്ടുന്നു. ഇത്രയും ടെററായ ഷാഹുൽ ഹാസനെ പോലെ മുട്ടുകുത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് കണ്ണൻബായിയുടെ പവറും റേഞ്ചും മനസ്സിലാവും. ആകെ ആ ഒരു പേര് മാത്രമേ ഉള്ളൂ പ്രശ്നം, കണ്ണൻ. പക്ഷെ പെർഫോമൻസും സ്വാഗും ആറ്റിറ്റ്യൂഡും കൊണ്ട് അദ്ദേഹം ആ കഥാപാത്രം ഗംഭീരമാക്കിയിട്ടുണ്ട്. കണ്ണൻബായുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഇടയിൽ വെച്ചാണ് ഷാഹുൽ ഹാസൻ മറന്നുപോയ ആ പേര് വീണ്ടും കേൾക്കുന്നത്. ഹലോ, അജിനോ, നീ പെൺകുട്ടി എവിടേക്ക്? അത് രാജുവിന്റെ അനിയത്തിയാണ്. അങ്ങനെ നാണം കെട്ട് അവിടെ നിന്നും ഇറങ്ങിയ ഷാഹുൽ ടോണിയോട് കണ്ണന്റെ വലത്തെ കണ്ണിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ടോണി അതിന് പറഞ്ഞ മറുപടി രാജു. രാജു എന്ന പേര് വീണ്ടും കേട്ട ഷാഹുൽ ആരാണ് ഈ രാജു എന്ന് ചോദിക്കുന്നു. ശേഷം ടോണി ചായന്റെ വക കഥാപ്രസംഗം. ഈ അഭിനയ ഡയലോഗെല്ലാം കട്ട് ചെയ്തിട്ട് മാന്യമായിട്ടുള്ള ബിൽഡപ്പ് മതി. രാജു എന്ന കഥാപാത്രത്തിന്റെ പ്രശ്നം ജനങ്ങൾക്ക് ഒരു ആരാധന തോന്നുന്ന ഒന്നും ആ കഥാപാത്രത്തിൽ ഇല്ല. അച്ഛന്റെ റൗഡിസം കണ്ട് റൗഡിയായ ഒരു പേങ്ങൻ, കൂട്ടുകാരനെ തല്ലിയ തന്തയെ വീട്ടിൽ കയറി തല്ലാൻ പോയ രാജപ്പൻ കലിപ്പൻ, പെണ്ണിട്ടിട്ട് പോയ വിഷമത്തിൽ വെള്ളമടിച്ച് കരള് വാട്ടിക്കൊണ്ടിരിക്കുന്ന കിഴങ്ങൻ. ഇങ്ങനെയൊക്കെ ഊളത്തരം കാണിക്കുന്ന രാജുവാണ് നാടിന്റെ രക്ഷകൻ. സാധാരണക്കാരുടെ പരാതികൾ സൗജന്യമായി തീർപ്പാക്കും. സ്വന്തം തന്തയോടില്ലാത്ത കമ്മിറ്റ്മെന്റ് എങ്ങനെ നാട്ടുകാരോട് കാണിക്കും? എടോ, തന്നെ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, മാറിയിക്കടോ. രാജു എന്ന കഥാപാത്രത്തിനെ മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയണം. അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ പെണ്ണ് രാജുവിന്റെ വീക്ക്നെസ് ആയിരിക്കും. ഇത് തീർന്നില്ലേ? രാജുവിന്റെ കഥ കേട്ട ഷാഹുൽ ഹാസൻ രാജു വന്നാൽ മാത്രമേ കൊത്തയ്ക്ക് കണ്ണൻബായിയുടെ കയ്യിൽ നിന്നും കിട്ടുള്ളൂ എന്ന് നാട്ടുകാരെ പോലെ ഷാഹുലും വിശ്വസിക്കുന്നു. അങ്ങനെ ഷാഹുൽ രാജുവിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. പക്ഷെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതിന് ശക്തമായിട്ടുള്ളൊരു കാരണം വേണം. അങ്ങനെ അത് തപ്പി നടന്ന ഷാഹുൽ ഹാസന് അതിനുള്ള അവസരവും കിട്ടി. ഋതുവും പിന്നെ ഈ ചുള്ളൻചക്കനും തമ്മിലുള്ള പ്രണയവും പ്രശ്നവും. അങ്ങനെ രാജുവിന് ആ സന്ദേശം കിട്ടി. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ഷോട്ട് ഇതാണ്. കണ്ണൻബായുടെ അളിയൻ അഥവാ സ്റ്റെപ്സൺ അഥവാ ചുള്ളൻചക്കനെ രാജു എടുത്തിട്ട് പണിയുന്ന ഈ സീൻ. ടോണി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒടുവിൽ ആ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു വന്നു. അങ്ങനെ രാജുബായുടെ സെക്കൻഡ് ഇൻട്രോയോട് കൂടി ഇന്റർവെൽ. അറിയാലോ, ഒരു സിനിമയുടെ ക്രൂഷ്യൽ പോയിന്റ്സ് ആണ് ഈ ഇൻട്രോ സീൻ, ഇന്റർവെൽ സീൻ, ക്ലൈമാക്സ് സീൻ. ഫസ്റ്റ് ഹാഫ് നന്നായെന്ന് പറയണമെങ്കിൽ ഇന്റർവെല്ലിൽ എന്തെങ്കിലും ഒരു തീപ്പൊരി ഇട്ടുകൊടുത്താൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അതും ഇതേപോലത്തെ ഒരു മാസ് പടത്തിൽ. ആ പരിപാടി ജോഷി സാറിനറിയാം. അതുകൊണ്ടാണ് 2020 ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിൽ അത്രയും ഗംഭീരമായിട്ടുള്ള പഞ്ചിലാണ് അദ്ദേഹം ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് മുഴുവനും ജിനുവിനെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ നടക്കുന്ന മഞ്ജുവും കണ്ണൻബായും. ഇതിന്റെ ഇടയിൽ ഈ കഴിഞ്ഞ 10 വർഷം രാജു എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കരീം ഷെയ്ഖ് വെറൊരു ബ്ലേഡ് വെച്ചാ അവൻ തീർത്തത്. പറഞ്ഞ കേട്ട അനുസരിച്ച് അവനൊരു പേനയും മുട്ടുസൂചിക്കും മതിയായി ആളെ തീർക്കാൻ. ജോൺ വിക്ക് മാമ അത് വേണ്ട, ഏക്കത്തില്ല. രാജു UP-യിൽ എത്തിയതിനു ശേഷം ഒരു ലോക്കൽ ഗാങ്സ്റ്ററിൽ നിന്നും കുറച്ച് അത്യാവശ്യം ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്യാം. ആ ഒരു ഫ്ലാഷ് ബാക്ക് കണ്ണൻബായ് അറിയുന്നു. പക്ഷെ അപ്പോഴും കണ്ണൻബായും കണ്ണൻബായിന്റെ ടീമും പേടിക്കില്ല. ശക്തനായ നായകനൊത്ത ശക്തന്മാരായ വില്ലന്മാർ. അതാണ് പ്രേക്ഷകർക്കും ആവശ്യം. അങ്ങനെ അതിനുശേഷം രാജുവും കുടുംബവുമായിട്ടുള്ള കുറച്ച് ഇമോഷണൽ സെന്റിമെന്റൽ സീൻസ് ഒക്കെ ആവാം, താരയുമായിട്ടുള്ള ഓർമ്മകളാവാം. ശേഷം മഞ്ജുവിനോടുള്ള അടങ്ങാത്ത സ്നേഹം കാരണം രാജുവിനെ തീർക്കാനുള്ള കണ്ണൻബായിയുടെ അടങ്ങാത്ത ദേഷ്യം. കണ്ണൻബായ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും രാജുവിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. കണ്ണന്റെ പ്രിയപ്പെട്ടവനായ ഇർലനെ രാജു തീർക്കുന്നു. രാജു, അവനെ സൂക്ഷിക്കണം. കുടുംബങ്ങളെ അനാഥമാക്കിയ കത്യാവ്.
ഒന്ന് മിണ്ടാതിരികളവാ. അപ്പോഴാണ് കണ്ണൻ ബൈ അറിയുന്നത് രാജുവിന്റെ അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നെന്ന്. അതുകൊണ്ട് പ്രതികാരമായിട്ട് കണ്ണന്റെ ടീം രാജുവിന്റെ അച്ഛനെ തീർക്കാൻ പോകുന്നു. രാജുവിന്റെ അച്ഛനായ രവിയെ മാത്രമേ ഇവർക്ക് അറിയൂ. പക്ഷെ പണ്ട് കൊത്തയെ വിറപ്പിച്ചിരുന്ന രവിയെ തീർക്കാൻ പോകുന്ന കണ്ണന്റെ ടീമിന് നല്ല വൃത്തിക്ക് അണ്ണാക്കിൽ കിട്ടുന്നു. കൊത്ത രവിയുടെ വക ഒരു മാസ് ആക്ഷൻ അവിടെ പ്ലേസ് ചെയ്യാം. അതിന്റെ കൂടെ ഒരു പഞ്ച് ഡയലോഗും. എടാ മോനെ, കൊത്തരാജുവിന്റെ അച്ഛനായിട്ട് നിനക്കൊക്കെ എന്നെ അറിയൂ. പഴയ കൊത്ത രവിയെ നിനക്കൊന്നും അറിഞ്ഞൂടാ. അതറിയണമെങ്കിൽ നീയൊക്കെ നിന്റെ തന്തമാരോട് ചോദിച്ചാൽ മതി. അതിനുശേഷമുള്ള സീൻ, രാജുവിന്റെ അനിയത്തിയുടെ പിറന്നാളിന് താരയെ ക്ഷണിക്കാൻ വന്ന രാജു താരയുടെ വീട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്ന കഞ്ചാവ് ടീംസിനെ നല്ല മാസായിട്ട് അടിച്ചോട്ടിക്കുന്നു. ശേഷം താരയുമായിട്ട് രാജു വീണ്ടും ഒന്നിക്കുന്നു. വീണ്ടും താരയായിട്ടുള്ള ഓർമ്മകൾ. അങ്ങനെ വീണ്ടും രാജു തന്റെ സ്നേഹം കണ്ടെത്തിയപ്പോ ആ തക്കം നോക്കി കണ്ണനും കണ്ണന്റെ ടീമും താരയെ കൊന്നുകളയുന്നു. തകർന്നുപോയ രാജുവിനെ കണ്ണൻ ചതിയിലൂടെ വിളിച്ചു വരുത്തി. പിന്നെ കെട്ടിയിട്ട് പള്ളക്ക് 2 കുത്തും കുത്തുന്നു. ശേഷം ഈ ട്വിസ്റ്റ്, പിന്നെ രാജു അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പയ്യെ പയ്യെ കണ്ണന്റെ ആൾക്കാരെ എല്ലാം തീർത്ത് ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് എത്തുന്നു. രാജു കണ്ണനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും അവരുടെ ബോണ്ട് കാണിക്കുവാൻ വേണ്ടി അവരുടെ കുട്ടിക്കാലത്തെ ഒരു ഇൻസിഡന്റും കാണിച്ചതിന് ശേഷം കണ്ണൻ ചാവുന്നത് കാണാൻ നിൽക്കാതെ അവിടെ നിന്നും രാജു പോകുന്നു. പ്രണയവും ഉറ്റ സുഹൃത്തിനെ നഷ്ടപ്പെട്ട രാജുവിന് പിന്നെ ആകെ ഉള്ളത് അവന്റെ അച്ഛനും അനിയത്തിയുമാണ്. അങ്ങനെ ബാക്കിയുള്ള കാലമെങ്കിലും അവരുടെ കൂടെ മര്യാദക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹവുമായി അവർ ഷിംലയിലേക്ക് പോയി. അങ്ങനെ അവിടെ വെച്ച് രാജുവിന് ഒരു ഫോൺ കോൾ വരുന്നു. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഫാൻ തിയറി മാത്രമാണ്. രാജു യുപിയിലായിരിക്കും മുമ്പ് ഒരു 3 വർഷം ബോംബെയിലെ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിലെ തലവനാണ് രാജുവിനെ വിളിച്ചിരിക്കുന്നത്. പേര് മൈക്കിൾ. എന്തായാലും ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ സിനിമ നിങ്ങളുടെ ഭാവനയിൽ എങ്ങനെ നന്നാക്കാമായിരുന്നു എന്നും കൂടി കമന്റ് ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുവായി. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള സിനിമാ വാർത്തകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് കമന്റിൽ അറിയിച്ചാൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം അത് ഞങ്ങൾ വീഡിയോസ് ആക്കി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.